മാനദണ്ഡങ്ങൾ ലംഘിച്ച് പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് അനധികൃത കാലിക്കടത്ത് 1 മാസം പ്രായമുള്ള കാലികളെ അടക്കമാണ് കശാപ്പിനായി എത്തിക്കുന്നത്. വാഹനത്തിൽ കുത്തി നിറച്ചത് കാരണം ഏതാനും കിടാക്കൾ ചത്തു. പാലക്കാട് നിന്നുള്ള വാഹനം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, എന്താണ് സംഭവം? പോലീസ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്താണ്? വിനീത, ഹാർബർ പോലീസാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത്. ഈ ചെറിയ പശുക്കിടാങ്ങളായിരുന്നു. ഈ പശുക്കിടാങ്ങളെ കുത്തി നിറച്ച വാഹനം ഈ ഭാഗത്തേക്ക് പോന്നിട്ടുണ്ട് എന്നുള്ള വിവരം മൃഗസ്നേഹികളുടെ ഒരു സംഘടന ആണ് പോലീസിനെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് വാഹനം പിന്തുടർന്ന് പിടികൂടിയത്. പിടികൂടുമ്പോൾ 30ഓളം ചെറിയ പശുക്കുട്ടികൾ അതിലുണ്ടായിരുന്നു. അതിൽ പോലീസിന്റെ ഇതിൽ നിന്ന് ലഭിച്ച വിവരമാണ്, നമുക്ക് കൃത്യമായി അറിയില്ല എങ്കിലും ഇത്തരം ഇങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുവരുന്നതിനിടയിൽ പശുക്കുട്ടികൾക്ക് ശ്വാസം കിട്ടാതെ ചിലത് ചത്തിട്ടുണ്ട് എന്നുള്ള വിവരവും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും വളരെ അവശ നിലയിലായിരുന്ന കിടാങ്ങളെ പശുക്കുട്ടികളെ ഇപ്പോൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട്. ഇത് പാലക്കാട് മാർക്കറ്റിൽ നിന്നും കൂത്താട്ടുകുളം മാർക്കറ്റിൽ നിന്നുമെല്ലാം ഇത്തരത്തിൽ ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗങ്ങളിലെ അറവുശാലകളിലേക്ക് സ്ഥിരമായി ഈ പശുക്കിടാങ്ങളെ കൊണ്ടുവരാറുണ്ട് എന്നുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ചില സമയത്തൊക്കെ പരിശോധനകൾ കർശനവുമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഇത് നിർബാധം തുടരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? വിനിത, ഉറപ്പായും നമ്മൾ രാത്രി കാലങ്ങളിൽ ചില ദൃശ്യങ്ങൾ നമ്മൾ ശേഖരിച്ച് വച്ചിട്ടുമുണ്ട്. രാത്രി കാലങ്ങളിലെല്ലാം ഇത്തരത്തിൽ കന്നുകാലികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിരവധി നാഷണൽ ഹൈവേയിൽ കാണാറുണ്ട്. അത് ഒട്ടുമിക്കതും തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്ന പല മാർക്കറ്റുകളിൽ നിന്നുമാണ് സ്ലോട്ടർ ഹൗസുകളിലേക്ക് ഇത്തരത്തിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാറുള്ളത്. ഇത് പക്ഷേ വളരെ ചെറിയ പശുക്കുട്ടികളാണ്. ഇതുങ്ങളെ കേരളത്തിനുള്ളിൽ ഉള്ള മാർക്കറ്റുകളിൽ നിന്ന് തന്നെയാണ് സാധാരണ ഇത്തരത്തിൽ ശേഖരിച്ച് വണ്ടിയിൽ അനധികൃതമായി കൊണ്ടുവന്ന് ഇത്തരം സ്ലോട്ടർ ഹൗസുകളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഈ ചെറിയ പശുക്കുട്ടികളുടെ ഇറച്ചിക്ക് ഡിമാൻഡ്, പശുക്കുട്ടികളുടെ ഇറച്ചി എന്ന് പറഞ്ഞല്ല അത് വിൽക്കുന്നത്, കന്നുകുട്ടികളുടെ ഇറച്ചി എന്ന് പറഞ്ഞ് പല ഭാഗങ്ങളിലും ഇപ്പോൾ ബോർഡ് കാണാറുണ്ട്. നമ്മളുടെ വലിയ ഷോപ്പിംഗ് മാർക്കറ്റുകളിൽ ഉൾപ്പെടെ പലയിടത്തും അത്തരത്തിൽ പ്രത്യേക ബോർഡുകൾ വെച്ച് പോലും ഇറച്ചി വിൽപ്പനയുണ്ട്. അത് കുറച്ചുകൂടി രുചികരമായ ഭക്ഷണം എന്നുള്ള നിലയിലാണ് ഇത്തരം ഇറച്ചികൾ വിളമ്പാറുമുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരം ചെറിയ ഈ പശു കിടാങ്ങളെ ഇത്തരത്തിൽ സ്ലോട്ടർ ഹൗസുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ നമ്മൾക്ക് ഈ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഈ ഭാഗങ്ങളിലെ അറവുശാലകളിലേക്ക് പതിവായി ഇത്തരം പല ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിലെ അത് ഒരു മാർക്കറ്റിൽ നിന്നല്ല, കൂത്താട്ടുകുളം മാർക്കറ്റിലേക്കും പല ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ പാലക്കാട് എന്നുള്ള പാലക്കാട്ടെ മാർക്കറ്റ്, ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഈ കൊച്ചിയിലെ പല ഭാഗങ്ങളിലേക്കും ഇത്തരത്തിൽ അനധികൃതമായി കൊണ്ടുവരാറുണ്ട് പശുക്കുട്ടികളെ എന്നുള്ള വിവരമാണ് പോലീസ് നമുക്ക് നൽകുന്നത്. ശരി, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കർശന പരിശോധനയും നടപടികളും ഒക്കെ തന്നെ വേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. റിപ്പോർട്ടർ തന്നെ പലതവണ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകിയതുമാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അത്തരത്തിൽ പശുക്കടത്ത്, അതിന്റെ തട്ടിപ്പൊക്കെ തന്നെ വ്യാപകമാകുന്നു എന്നാണ് ലേബി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്.